ഇന്ന് സംഭവിച്ച വാർത്തകൾ വിശദമായി പരിശോധിക്കാം. മുസ്ലിം ലീഗ് 3ാം സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടെ UDF-ലെ സീറ്റ് വിഭജനം വഴിമുട്ടി. ഇന്നു ചേരാനിരുന്ന UDF യോഗം മാറ്റിവെച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ തിരക്കെന്നാണ് വിശദീകരണം. വയനാടോ കണ്ണൂരോ വടകരയോ വേണമെന്ന ഉറച്ച നിലപാടിലാണ് ലീഗ് നേതൃത്വം. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഒരു അനുനയത്തിന് സാധ്യതയില്ല എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ ഒരുപക്ഷെ 3ാം സീറ്റ് ആവശ്യം ലീഗ് ഉപേക്ഷിച്ചേക്കാം എന്നൊക്കെ റിപ്പോർട്ടുകൾ മുൻപ് വന്നിരുന്നു. പക്ഷേ ഒരു തരത്തിലുമുള്ള അനുനയത്തിന് വഴങ്ങേണ്ടതില്ല എന്ന തരത്തിലേക്കാണോ ഇന്നത്തെ ലീഗ് നേതൃയോഗം നിലപാടെടുത്തത്? അനുജ, ലീഗ് നേതൃത്വം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് തൽക്കാലം വിട്ടുവീഴ്ച വേണ്ട എന്നൊരു നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതുമൂലം UDF-ലെ ഈ സീറ്റ് നിർണയ ചർച്ച തന്നെ വഴിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ എന്തായാലും ഇന്ന് ചേരാനിരുന്ന UDF ഏകോപന സമിതി യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ UDF ഏകോപന സമിതി യോഗം ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് നിയമസഭ വൈകുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും ഈ നിയമസഭ തുടരുകയാണ്. പക്ഷേ നിയമസഭ വൈകുന്നു എന്നതുകൊണ്ട് മാത്രം ഉർവശി ശാപം ഉപകാരം എന്ന നിലയിലാണ് UDF ഈ വിഷയത്തെ കാണുന്നത്. കാരണം ലീഗുമായി ഒരു അവസാന റൗണ്ട് ചർച്ച കൂടി നടത്തിയതിനു ശേഷം ഏകോപന സമിതി യോഗം ചേരാം എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ UDF നേതാക്കൾ പ്രധാനപ്പെട്ട UDF നേതാക്കളൊക്കെ മുസ്ലിം ലീഗിനെ നേതൃത്വത്തെ കാണുകയും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പരമാവധി ശ്രമിക്കുന്നത്. കാരണം ഏകോപന സമിതി യോഗത്തിന് ശേഷം അന്ന് തന്നെ ഈ സീറ്റ് വിഭജനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക എന്നുള്ളതുമാണ് UDF നേതൃത്വത്തെ സംബന്ധിച്ച് ലക്ഷ്യമിടുന്നത്. അതിനിടയിലാണ് ലീഗ് ഈ 3ാം സീറ്റ് എന്നൊരു ആവശ്യത്തിലേക്ക് കടുംപിടുത്തമായി നിൽക്കുന്നത്. വയനാട് അതല്ലെങ്കിൽ കണ്ണൂരോ വടകരയോ എന്നുള്ളതാണ് ലീഗിന്റെ ഡിമാൻഡ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 16 സീറ്റിലും കോൺഗ്രസ് തന്നെ മത്സരിക്കും. അത് നിലവിലെ സാഹചര്യത്തിൽ പരമാവധി കോൺഗ്രസ് MP-മാരെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് ലീഗ് നേതൃത്വത്തെ അറിയിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ചർച്ചയാകും ലീഗ് നേതൃത്വവുമായി നടക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കാകും ലീഗ് തയ്യാറാവുക, അങ്ങനെയെങ്കിൽ എന്ത് ഓഫർ കോൺഗ്രസ് നേതൃത്വം ലീഗിന് നൽകുമെന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനുള്ളൊരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ലീഗ് നേതൃത്വം വഴങ്ങുമോ അല്ലെങ്കിൽ അങ്ങനെ ആ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ചർച്ചയ്ക്ക് നേരത്തെ ഈ UDF ഏകോപന സമിതി യോഗം ചേരുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഒരു ഉഭയകക്ഷി ചർച്ച കൂടി നടത്തണം എന്നൊരാവശ്യം ലീഗ് നേതൃത്വം തന്നെ കോൺഗ്രസ് നേതൃത്വത്തോട് വെച്ചിരുന്നതാണ്. പക്ഷേ അതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ ഒരു അനൌദ്യോഗികമായി ആ നിലയിൽ ഒരു ഉഭയകക്ഷി ചർച്ച കൂടി നടത്തിയ ശേഷം ഏകോപന സമിതി യോഗത്തിലേക്ക് പോകാം എന്നുള്ളതാണ് തീരുമാനം. എന്തായാലും അടുത്ത ദിവസങ്ങൾ തന്നെ ഒട്ടും വൈകാതെ തന്നെ ഈ യോഗം ചേരുകയും അതിനുശേഷം തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആവശ്യത്തിൽ ലീഗ് കടുംപിടുത്തം തുടരുകയാണ്. ഏതായാലും UDF ചർച്ചകൾ അടുത്ത ദിവസം നടക്കാനിരിക്കെ എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് വളരെ പ്രധാനവുമാകും. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന RJD-യെ അനുനയിപ്പിച്ച LDF നേതൃത്വം RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാറുമായി LDF കൺവീനർ EP ജയരാജൻ ചർച്ച നടത്തി. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന RJD-യുടെ നിലപാട് പിൻവലിക്കാൻ ചർച്ചയിൽ ധാരണയായി. സീറ്റ് ലഭിക്കാത്തതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി RJD രംഗത്തെത്തിയതിനു പിന്നാലെയാണ് EP ജയരാജന്റെ പ്രതികരണം. മുന്നണിക്കകത്ത് പ്രശ്നങ്ങളില്ലെന്നും ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് തീർപ്പാക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. RJD-യിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. തുടർന്ന് EP ജയരാജൻ RJD-യെ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിളിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ AKG സെന്ററിലെത്തി. സീറ്റ് നൽകാത്തതിൽ ശ്രേയാംസ് കുമാർ പ്രതിഷേധമറിയിച്ചു. അരമണിക്കൂർ നീണ്ട ചർച്ചയിൽ വിശദമായ ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനമായി. RJD പരസ്യ പ്രതിഷേധവും ബോർഡ് കോർപ്പറേഷൻ രാജിവെക്കുമെന്ന നിലപാടും പിൻവലിക്കാൻ ചർച്ചയിൽ ഇടതുമുന്നണി കൺവീനർ ആവശ്യപ്പെട്ടു. ചെറുകക്ഷികൾക്ക് വരെ മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ RJD-യെ ഒഴിവാക്കിയതും പാർലമെന്റ് സീറ്റ് നിഷേധവും വരെ ചർച്ചയായതാണ് സൂചന. കടുത്ത നടപടികൾ നിർത്തിവെക്കാനും രാജി പിൻവലിക്കാനും തീരുമാനിച്ചതായി RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ തുടക്കത്തിലെ ഇടതുമുന്നണിയിൽ ഉടലെടുത്ത കലാപക്കൊടിയാണ് അനുരഞ്ജന ചർച്ചയിലൂടെ താൽക്കാലികമായെങ്കിലും മറികടന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. അബുദാബി ഹിന്ദു മന്ദിർ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് സമർപ്പിക്കും. ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി. അരുൺ, UAE-യിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ്. നരേന്ദ്രമോദി ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്?
അനുജ, യു എയിലെ ഒരു സുപ്രധാന നിമിഷത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുബായ് അബുദാബി പാതയിലുള്ള അബു മുറൈഖയിലെ BAP ഹിന്ദു മന്ദിർ ഭക്തർക്ക് സമർപ്പിക്കാനായി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. BAPSന്റെ സന്യാസിമാരെല്ലാവരും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ യു എയിലെ വ്യാപാര, വ്യവസായ, വാണിജ്യ മേഖലകളിലെല്ലാമുള്ള പ്രമുഖരെല്ലാവരും ഈ ഒരു ചടങ്ങിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലാക്ഷേത്രത്തിന്റെ സമർപ്പണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നിരുന്നു. അതിനുശേഷമുള്ള പൂജകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഭക്തർക്ക് സമർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത്. 55,000-ലധികം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വരുന്ന ക്ഷേത്രമാണ്. 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 ഗോപുരങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ക്ഷേത്രത്തിലുണ്ട്. അതായത് UAE-യുടെ മതസൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും ഏറ്റവും വലിയ ഒരു അടയാളമായി ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം 1997-ൽ മഹന്ത് സ്വാമി മഹാരാജന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അബുദാബിയിൽ ഒരു ക്ഷേത്രം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. പിന്നീട് 2015-ലാണ് സൗജന്യമായി ഒരു ക്ഷേത്രത്തിന് ഭൂമി നൽകാൻ അബുദാബിയിലെ ഈ ഒരു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 2018-ൽ ഈ ഒരു ഭൂമി നൽകുന്നതിനുള്ള ധാരണാപത്രം ഒപ്പിട്ടു. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഭക്തർക്ക് പ്രധാനമന്ത്രി ഈ ഒരു ക്ഷേത്രം സമർപ്പിക്കും. അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിർ അല്പസമയത്തിനകം പ്രധാനമന്ത്രി വിശ്വാസികൾക്ക് സമർപ്പിക്കും. UAE-യിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണിത്. ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. ദൗത്യ സംഘത്തെ വിറപ്പിച്ച് ബേലൂർ മഖ്നയ്ക്കൊപ്പമുള്ള മോഴയാന. ബാവലി വനമേഖലയിൽ മയക്കുവെടി സംഘത്തിനു നേരെ മോഴയാന പാഞ്ഞെടുത്തു. വെടിയുതിർത്ത് ശബ്ദമുണ്ടാക്കിയാണ് RRT സംഘം ആനയെ തുരത്തിയത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യവും അവസാനിപ്പിച്ചു. ബാവലി മേഖലയിൽ ഉൾക്കാട്ടിൽ തുടരുകയാണ് ആന. ദൗത്യസംഘം മടങ്ങിയെത്തി. നാളെ പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കും. ഒരു മോഴ ബേലൂർ മഖ്നയ്ക്കൊപ്പം കൂടിയതോടെ ദൗത്യം കൂടുതൽ ദുഷ്കരമാവുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇന്ന് 2 തവണ ദൗത്യസംഘത്തിന് മുന്നിൽപ്പെട്ടെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല, മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ദൗത്യസംഘം നൽകുന്ന വിശദീകരണം. മറ്റൊരു മോഴ ഒപ്പമുണ്ട്, മറ്റൊന്ന് കാട്ടിലേക്ക് ഒളിക്കുന്നു എന്നുള്ളത്, ഓടി ഒളിക്കുന്നു എന്നുള്ളത്. ആ തരത്തിലേക്ക് ഈ ദൗത്യം കൂടുതൽ ദുഷ്കരമായി മാറുന്നു എന്നുള്ള സൂചനയാണോ സംഘം നൽകുന്നത്? ആനയെ എന്ത് വില കൊടുത്തും അതിനെ മയക്കുവെടി വെക്കുമെന്നുള്ള അത്തരത്തിലുള്ള ആ ഒരൊറ്റ അജണ്ടയിൽ മുൻനിർത്തിയാണ് വനംവകുപ്പ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ ദൗത്യം, അതായത് 4ാം ദിവസമാണ് ഇന്നത്തെ ദൗത്യം, അത് അവസാനിച്ചിരിക്കുകയാണ്. സന്ധ്യയോടുകൂടി ഈ വനത്തിനകത്തേക്ക് പോയ RRT സംഘം അടക്കം മടങ്ങി എത്തിയിരിക്കുകയാണ്. കുങ്കിയാനകളെ ബാവലിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാവലി വനമേഖലയിൽ തന്നെ ആന തുടരുകയാണ്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ദൗത്യസംഘം വനത്തിനകത്തേക്ക് പുറപ്പെട്ടത്. ഇതിനിടയിൽ 2 തവണയാണ് ആനയെ നേരിൽ കിട്ടിയത്. അതായത് ഈ മോഴയാനയും ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആദ്യഘട്ടത്തിൽ ഇത് ഒരു കുറ്റിക്കാട്ടിലേക്ക് ഉടൻ തന്നെ ഓടി മറിഞ്ഞതാണ് ആദ്യഘട്ടത്തിൽ അത് രക്ഷപ്പെടാനുള്ള കാരണം. 2ാമത്തെ തവണയും വെടിയുതിർക്കാനുള്ള ശ്രമം നടത്തി. ഇതിനിടയിൽ മോഴയാന പാഞ്ഞെടുത്ത് ആ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വനപാലകർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പടക്കം പൊട്ടിച്ച് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അപ്പോഴും ഈ ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത്യന്തം സങ്കീർണമായ ദുഷ്കരമായ ദൗത്യത്തിലൂടെ തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിധേനയും ഇതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ ഭൂമിശാസ്ത്രമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ തോൽപ്പെട്ടി വനമേഖലയുടെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള മുൾപടർപ്പുകളുണ്ട്. ഇത് ആന ഒളിക്കാൻ ഉപയോഗിക്കുന്ന ഇടമായി അത് മാറിയിരിക്കുകയാണ്. കുങ്കിയാനകളെ വെച്ച് ഇതിനെ ചേസ് ചെയ്ത് വളയാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. പക്ഷേ കുങ്കിയാനകളുടെ മണമടിക്കുമ്പോഴേക്കും ഈ ആന ശരവേഗത്തിൽ പായുകയാണ്. ഇതൊക്കെയാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്ന് സന്ധ്യയോടുകൂടി ദൗത്യം അവസാനിപ്പിച്ച് സംഘം ബാവലിയിലെ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. DFO നോർത്ത് DFO മാർട്ടിൻ ലോവൽ, അതോടൊപ്പം തന്നെ സൗത്ത് DFO ഷജ്ന കരീം, ഒപ്പം വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള P ദിനേഷ്, ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ചുമതലയുള്ള DFO ഇംതിയാസ്, സോഷ്യൽ ഫോറസ്ട്രി MCF ആയിട്ടുള്ള ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണം നടത്തുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വനത്തിനകത്തേക്ക് പോവുകയും ഈ നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. അതീവ ദുഷ്കരമാണ്, സങ്കീർണമാണ്. എങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൗത്യം നാളെയും തുടരും. ഈ ബേലൂർ മഖ്നയെ പിടികൂടുക എന്നുള്ള, മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യം തന്നെയാണ് വനംവകുപ്പ് നടപ്പാക്കുന്നത്. കാട്ടിലേക്ക് അയച്ചാൽ ഒരുപക്ഷെ തിരിച്ചു എത്താനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ സ്ഥിതിഗതികൾ സങ്കീർണമാക്കും. ഇതാണ് പ്രതിസന്ധി. ഈ സാഹചര്യത്തിലാണ് മയക്കുവെടി വെക്കുക എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ വനംവകുപ്പ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും നടപടികൾ നാളെയും തുടരും. അനുജ.
വേലൂർ മഖ്ന ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. നാളെ പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കും. സംസ്ഥാനത്ത് മലയോര മേഖലകളിൽ ഭീതി വിതച്ച് വന്യമൃഗങ്ങൾ. വയനാട് പടമലയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന ജീവിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ധോണിയിലും കഞ്ചിക്കോട്ടും അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി. കോഴിക്കോട് വിലങ്ങാട് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വയനാട് പടമലയിൽ ബേലൂർ മക്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിനടുത്താണ് അജ്ഞാത ജീവിയെ കണ്ടത്. റോഡിന് കുറുകെ ജീവി പായുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രദേശവാസി ബഹളം വെച്ച ആളുകളെ അറിയിച്ചപ്പോഴേക്കും അജ്ഞാത ജീവി അപ്രത്യക്ഷമായി. ഞാൻ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു. ചേട്ടാ ആന വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആനയെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. ഓടി വരുമല്ല, എൻ്റെ പുറകെ എത്തി മേലെ കയറാൻ നോക്കുമ്പോൾ ഒരു തിണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാത്ത കാരണം പെട്ടെന്ന് ഞാൻ സൈഡിലോട്ട് മാറി വാടെ എന്നെ തൊട്ട് പോയ പോലെ അങ്ങ് പോയി കടന്നുപോയി. ഞാൻ നേരെ നിന്നെങ്കിൽ എന്നെ പിടിച്ചേനെ. ജനവാസ മേഖലയിലെത്തിയത് കടുവയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരാഴ്ചക്കിടെ വയനാട്ടിലെ തൃശ്ശിലേരി ഭാഗത്തും പിലാക്കാവ് മണിയൻകുന്ന് ഭാഗങ്ങളിലും കടുവയിറങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. പുൽപ്പള്ളിയിലിറങ്ങിയ കടുവയെ പിടികൂടാൻ നടപടിയില്ലെന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഏറെ നേരം പ്രദേശത്ത് ഭീതി പടർത്തിയ ശേഷമാണ് ആനക്കൂട്ടം കാട് കയറിയത്. പാലക്കാട് ധോണിയിലും കഞ്ചിക്കോടും അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി. ധോണിയിൽ സ്കൂളിനടുത്തെത്തിയ കൊമ്പൻ വാഴകൃഷി നശിപ്പിച്ചു. മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപന്നികൾ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്ന ആൾക്കും പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പ്രചാരണം ആരംഭിച്ച തൃശൂരിൽ പുതിയ മുദ്രാവാക്യവുമായി BJP. തൃശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന ചുവരെഴുത്തോടെയാണ് പ്രചാരണം. മണലൂർ മണ്ഡലത്തിൽ മാത്രം 10 ഇടങ്ങളിലാണ് ചുവരെഴുത്ത്. നേരത്തെ തന്നെ ഔദ്യോഗികമായുള്ള ചുവരെഴുത്തിന് BJP തുടക്കം കുറിച്ചിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, എങ്ങനെയെങ്കിലും തൃശൂർ എടുക്കാനുള്ള അടുത്ത തന്ത്രമാണോ? അനുജ, അത്തരത്തിൽ തന്നെയാണ്. കൂടുതൽ വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ മുദ്രാവാക്യവുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പാണ്. തൃശ്ശൂരിന് കേന്ദ്രമന്ത്രി എന്ന ഇത് പ്രതീതി ജനങ്ങളിൽ ജനിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചരണവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ മണലൂർ മണ്ഡലത്തിൽ മാത്രം 10ലധികം ഇടങ്ങളിലാണ് ഇതിനോടകം ചുവരെഴുതിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണലൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുമായി തങ്ങൾ സംസാരിച്ചിരുന്നു. ഈ സ്ഥാനാർത്ഥി ആയിട്ടില്ല. ആ സമയത്ത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർത്തിക്കാട്ടാൻ കഴിയുക എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സ്ഥാനാർത്ഥിയായി ആര് വന്നാൽ പോലും തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കയറുകയാണെങ്കിൽ ആ ജയിക്കുന്നയാൾ കേന്ദ്രമന്ത്രി ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പ്. ആ ഉറപ്പാണ് തങ്ങൾ മുദ്രാവാക്യമായി ചുവരെഴുത്തുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ BJPയുടെ നേതൃത്വവുമായി നമ്മൾ ബന്ധപ്പെടുകയുണ്ടായി. പക്ഷെ അവർ പറയുന്നത് ഔദ്യോഗികമായി ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണം അത് BJP പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം ഈ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ അടക്കം നേതൃത്വത്തിൽ ഇത്തരത്തിൽ തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ വ്യാപകമായി ചുവരെഴുത്തുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് BJP ഔദ്യോഗികമായി ഈ ചുവരെഴുത്ത് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെയുള്ള പ്രചരണങ്ങൾക്കാണ് BJP തുടക്കം കുറിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം. അനുജ, തൃശൂരിൽ BJPയുടെ പുതിയ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത്. ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ. പോലീസിനെ മറികടന്ന് ഹരിയാന അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കർഷകരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച അല്പസമയത്തിനകം നടക്കും. നിതിൻ അംബുജൻ സിംഘുവിൽ നിന്ന് തത്സമയം. നിതിൻ, ഇന്നിപ്പോൾ അല്പസമയത്തിനകം, അതായത് 7 മണിക്ക് പഞ്ചാബ് ഭവനിൽ ചർച്ച നടക്കാനിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് സംഘടനകൾക്ക്? എന്തായാലും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളിലെല്ലാം തന്നെ കർഷക സംഘടനകൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പരിഹരിക്കുമെന്നൊരു നിലപാട് തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഘട്ടത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് കർഷകർക്ക് മുൻപാകെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല എന്ന് അറിയണം. മാത്രമല്ല കർഷകർ അതിനോട് വഴങ്ങുമോ എന്നതും അറിയേണ്ടതാണ്. സമരത്തിന് തലേ ദിവസം മന്ത്രിതല സമിതിയുമായി കർഷകരുടെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി രംഗത്തിറങ്ങേണ്ടി വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സിംഘുവിൽ എന്തായാലും സമരത്തെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്വീകരിച്ചിട്ടുണ്ട്.
ദേശീയപാത സോണിപത്ത് ഡൽഹി ദേശീയപാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മുള്ളുവേലി തീർത്തും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുമാണ് കർഷക സമരത്തെ നേരിടാൻ ഡൽഹി പോലീസിന്റെ നീക്കം. ഹരിയാനയിലും പഞ്ചാബിലും സമാനം തന്നെയാണ് അവസ്ഥ. ഇന്നലത്തേതിന് സമാനമായി തന്നെ ശംഭു അതിർത്തിയിൽ ഇന്നും പോലീസും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടി. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം ഡ്രോൺ വഴിയാണ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ കർഷകർ ശംഭുവിലുള്ള കർഷകർ പട്ടം പറത്തി ഡ്രോണിനെ കുലുക്കിക്കൊണ്ട് അത് തകർക്കാനുള്ള നീക്കം കർഷകരുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ടോ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോവുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ കർഷകരുടെ ഒരു തീരുമാനം ഇപ്പോൾ ശംഭുവിൽ ക്യാമ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹരിയാനയിലുള്ള കർഷകർ അവരും വൈകാതെ തന്നെ ശംഭുവിൽ നിന്ന് കർഷകർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരുമിച്ച് സംഘടിച്ച് ഡൽഹിയിലേക്ക് എത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശംഭു കേന്ദ്രീകരിച്ച് കർഷകർ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. ഹരിയാനയിലുള്ള കർഷകരും അവിടെ നിന്ന് പ്രത്യേകിച്ചും കുരുക്ഷേത്ര അല്ലെങ്കിൽ പാനിപ്പത്ത് അടക്കമുള്ള സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് പിന്നീട് ശംഭുവിലുള്ള കർഷകരുമായി ഒരുമിച്ച് വരാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് പഞ്ചാബിൽ നിന്ന് കൂടുതൽ കർഷകർ ശംഭു അതിർത്തി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ട്രാക്ടറുകൾ കൂടാതെ ബുൾഡോസുകൾ ഇത്തരമൊരു ഈ കോൺക്രീറ്റ് കർഷക സംഘടനകളുമായി അല്പസമയത്തിനകം മന്ത്രിതല സമിതിയുടെ ചർച്ച. CMRL കമ്പനിക്ക് നൽകിയ കരിമണൽ ഖനനാനുമതി സർക്കാർ റദ്ദാക്കിയത് മാസപ്പടി വിവാദം പുറത്തു വന്നതിന് പിന്നാലെ എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. കേന്ദ്ര നിയമപ്രകാരം 2019 തന്നെ സർക്കാരിന് ഖനനാനുമതി റദ്ദാക്കാമായിരുന്നു. എന്നാൽ 2023 ഡിസംബറിലാണ് അനുമതി റദ്ദാക്കി വ്യവസായ വകുപ്പ് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും സുപ്രീം കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് CMRLന് കരിമണൽ ഖനനാനുമതി ലഭിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാടും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാമെന്നായിരുന്നു. 2019 കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. അറ്റോമിക് ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അനുമതി പൊതുമേഖലയിൽ മാത്രം നിലനിർത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര ഭേദഗതി. എന്നാൽ ഈ ഉത്തരവ് പുറത്തുവന്നിട്ടും കേരളത്തിൽ CMRLന് നൽകിയ ഖനനാനുമതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. 2023 ഡിസംബർ 18 ഖനനാനുമതി റദ്ദാക്കി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത്. 2020 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി CMRLൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന വിവരം പുറത്തുവന്നത്. അതായത് മാസപ്പടി വിവാദം പുറത്തുവന്നതിന് ശേഷം മാത്രമാണ് CMRLന് ഖനനാനുമതി നൽകി ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ തയ്യാറായത്. കേന്ദ്ര നിയമം വന്നതിന് പിന്നാലെ തന്നെ സർക്കാരിന് വേണമെങ്കിൽ അനുമതി റദ്ദാക്കാമായിരുന്നുവെങ്കിലും 5 വർഷം വൈകിപ്പിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ ഖനനാനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തരവ് വൈകിപ്പിച്ചതെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഈ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് 2019 കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ട്, ഡയറക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ രാജീവ് മന്ത്രിയും ആൻസർ പറഞ്ഞിട്ടില്ല. മാസപ്പടി വലിയ വിവാദമാവുകയും മാസപ്പടിക്ക് നൽകിയ സേവനം എന്താണ് എന്ന്, സേവനം നൽകാതെയാണ് വീണ വിജയൻ പണം വാങ്ങിയത് എന്നും. നാളെ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം വിവാദം സജീവമാക്കും. 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.